മമതാ ബാനർജിയുടെ വിശ്വസ്തനും ബന്ധുവുമായ ഫിർഹാദ് ഹക്കീം വിമതപക്ഷത്തേക്ക് ചേരുന്നു. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ പിന്തുണച്ച് ഫിർഹാദ് ഹക്കീം രംഗത്ത് വന്നു. കഷ്ടം, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയില്ല, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു. തൃണമൂൽ വിമത എംപിമാരായ സുദീപ് ബന്ദോപാധ്യായ, ശർമിള സർക്കാർ എന്നിവരെ കേന്ദ്രമന്ത്രിസഭ ഉൾപ്പെടുത്തുമെന്ന് സൂചന. എല്ലാം ദൈവനിശ്ചയം. ബൽറാം നെടുങ്ങാടി അപ്ഡേറ്റ് ചെയ്യുന്ന വാർത്ത ഡൽഹിയിൽ നിന്ന്. പറയൂ ബൽറാം. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 80 സീറ്റുകൾ നേടിയ മമതാ ബാനർജിക്ക് നിലവിൽ ഇപ്പോൾ 16 MLA-മാർ മാത്രമാണ് ഉള്ളത്. അയ്യോ, എന്താണ്ട് മറന്നല്ല. എന്നാൽ അതിലും കുറവുണ്ടാകുന്നു എന്നുള്ളതാണ്. മമതയുടെ ബന്ധുവും കൊൽക്കത്ത മുൻ മേയറുമായ ഫിർഹാദ് ഹക്കീമും വിമതപക്ഷത്തേക്ക് നീങ്ങുന്നു എന്നാണ് സൂചനകൾ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയോടൊപ്പം ഒരു വേദി പങ്കിട്ട ഫിർഹാദ് ഹക്കീം അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്തെത്തി. ഈ രാഷ്ട്രീയത്തിന് അതീതമായി വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് ഭരണാധികാരികളായി വരേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഇത് വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും കല്യാൺ ബാനർജി കടുത്ത വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. വെറുതെ അല്ല ആളുകൾ നക്സലൈറ്റായി പോകുന്നത്. ഇതുപോലുള്ള ബൂർഷാസികളുടെ തല വെട്ടുന്നതിന് നക്സലൈറ്റുകൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. ഞാൻ മുന്നോട്ടും ചെയ്യട്ടോ. ഈ വേണ്ട മോനെ, കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫിർഹാദ് ഹക്കീം മമതാ ബാനർജിയുമായി അകന്ന് നിൽക്കുകയാണ് എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിനിടെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഉള്ള വിമത എംപിമാരെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എടുക്കുന്ന കാര്യം പരിഗണനയിലുണ്ട് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. പിന്നെന്നുള്ള താങ്ങ് തനിക്ക് ഇനിയും പ്രതീക്ഷിക്കാം. കേറിപ്പോ. അയ്യോ ബോംബെ, കഷ്ടം. അതിൽ ഏറ്റവും പ്രധാനം സുദീപ് ബന്ദോപാധ്യായ. മമതയോടൊപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച സുദീപ് ബന്ദോപാധ്യായയെ സഭാകക്ഷി നേതൃസ്ഥാനത്ത് നിന്നും മാറ്റിയാണ് പിന്നീട് അഭിഷേക് ബാനർജിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. ഞാനൊരു വലിയ സംഭവം അല്ലേ. അന്നു മുതൽ തന്നെ അദ്ദേഹത്തിന് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ആണ് ഏറ്റവും ഒടുവിൽ വിമതപക്ഷത്തേക്ക് നീങ്ങിയത്. അദ്ദേഹത്തെയും ഷർമിള സർക്കാരിനെയും കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്ന കാര്യമാണ് പരിഗണനയിലുള്ളത്. ഉടൻ തന്നെ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.